गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2026 ഏപ്രിൽ 19 മുതൽ 25 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മേടം 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. അടുത്തത് മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ സൂര്യനും ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും ബുധനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും സഞ്ചാരക്ലേശവും അലട്ടും. മൃഷ്ടാന്നലാഭം, മാനക്ഷയം, കാര്യവിജയം, ഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. ശത്രുഭയം വർദ്ധിക്കും. ലൗകിക സുഖങ്ങൾ വർദ്ധിക്കും. കാര്യതടസ്സമുണ്ടാകാനിടയുണ്ട്. ബന്ധുജനങ്ങൾക്ക് ആപത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ധർമ്മശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് സൂര്യനും ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും ബുധനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസൗഖ്യമുണ്ടാകും. ധനപരമായി മെച്ചമായിരിക്കും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. വാക്കുകൾ ശ്രദ്ധേയമാകും. അനുഭവഗുണം വർദ്ധിക്കും. ആരോഗ്യനില മെച്ചമായിരിക്കും. അമിതമായ ചെലവ്, വസ്ത്രലാഭം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് ശുക്രനും ജന്മത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും ബുധനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യമുണ്ടാകും. മാനക്ഷയം, അമിതമായ ചെലവ്, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ധനനഷ്ടം, ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യം എന്നിവ ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കലഹപ്രവണത നിയന്ത്രിക്കുക. വസ്ത്രാഭരണാദികൾ ലഭിക്കാനിടയുണ്ട്. മാനക്ഷയവും രോഗവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും ബുധനും ശനിയും കർമ്മസ്ഥാനത്ത് രവിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. പിതൃതുല്യരായവർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യതടസ്സം, സന്താന ദുഃഖം എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കാര്യതടസ്സം ഉണ്ടാകും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. കർമ്മഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും ബുധനും ശനിയും ഭാഗ്യസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധ ആപത്തുകൾ ഉണ്ടാകാനിടയുണ്ട്. ഭയം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുശല്യവും വ്രണാദി രോഗങ്ങളും അലട്ടാനിടയുണ്ട്. സന്താനഗുണം വർദ്ധിക്കും. സ്ഥാനപ്രാപ്തിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് കലഹങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾക്കും ധനത്തിനും നാശത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ബുധനും ശനിയും അഷ്ടമത്തിൽ രവിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾക്ക് സാധ്യത. ധനപരമായി മെച്ചമുണ്ടാകും. കർമ്മഗുണം കുറയും. ഉറക്കമില്ലായ്മ, മനോദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ കലഹത്തിനും ഉദരരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അനാരോഗ്യം, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അകാരണമായ ഭയം മനസ്സിനെ ഗ്രസിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്.
ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ബുധനും ശനിയും കളത്രസ്ഥാനത്ത് രവിയും അഷ്ടമത്തിൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാരക്ലേശവും ഉദരരോഗവും ഉണ്ടാകാൻ ഇടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. കുടുംബസുഖവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ധനലാഭം ഉണ്ടാകാനിടയുണ്ട്. അനുഭവ ഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും ബുധനും ശനിയും ശത്രുസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. മനോവിഷമം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. കുടുംബകലഹത്തിന് സാധ്യത. ഉചിതമല്ലാത്ത ചിന്തകളും കലഹപ്രവണതയും ഉടലെടുക്കും. ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, ബന്ധനം എന്നിവ ഉണ്ടാകാം. ശത്രുനാശവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ബുധനും ശനിയും പുത്രസ്ഥാനത്ത് രവിയും ശത്രുസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. സഞ്ചാര തടസ്സം, രോഗശമനം, ശയനസുഖം, ആയുധം കൊണ്ട് മുറിവേൽക്കുക എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളെ കൊണ്ട് ദുഃഖമുണ്ടാകാനിടയുണ്ട്. ധനലാഭത്തിന് സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കലഹപ്രവണത ഒഴിവാക്കുക. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ബുധനും ശനിയും സുഖസ്ഥാനത്ത് രവിയും പുത്രസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണവും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. സന്താന ഗുണം, ധനസമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ബന്ധുജനങ്ങളുമായ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത. കാര്യവിജയവും സന്തോഷവും ഉണ്ടാകും. ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടാകാം. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ബുധനും ശനിയും സഹോദരസ്ഥാനത്ത് രവിയും സുഖസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. വസ്ത്രലാഭം, ഭയം, ദുഃഖം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാനിടയുണ്ട്. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാതടസ്സത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ കുജനും ബുധനും ശനിയും ധനസ്ഥാനത്ത് രവിയും സഹോദരസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. അന്യദേശ യാത്രകളും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യം കുറയും. സുഖഭംഗവും നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി കലഹം ഉണ്ടാകാം. രക്തജന്യമായ രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വസ്ത്രലാഭം, ഭയം, ദുഃഖം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടായേക്കാം. മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് പാത്രീഭവിക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക.